അത് അവിടെ ഉള്ള സ്പെഷ്യൽ സ്കൂളുകൾ വേണ്ടത് നമ്മുടെ ജനറൽ സ്കൂളുകളുടെ കൂടെയാണ്. ഇൻക്ലൂസീവ് ആയിട്ടാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നടക്കേണ്ടത്. അപ്പൊ സ്പെഷ്യൽ സ്കൂളുകൾ വേണം. അതിന് നിർബന്ധമായിട്ട് സർക്കാരിന് ഒറ്റ ഉത്തരവിട്ടാണ്. എന്തെല്ലാം ഉത്തരവിടുണ്ട്? ഒറ്റ ഉത്തരവിട്ടാണ് പുളിക്കര ഹൈസ്കൂളിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം വേണ്ടത്. ഐക്യപടി സ്കൂളിന്റെ കൂടെയാണ് അവിടുത്തെ ബസ് വേണ്ടത്. അത്രേ ഉള്ളൂ. ഇൻക്ലൂസീവ് ആവുള്ളൂ. സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവും. അവരുടെ കാര്യങ്ങളുണ്ടാവും. സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഒരു കാലിബറും അവർക്കും കൂടെ കുറെ കൂടി ഒരു ഇത് കിട്ടേണ്ടതുണ്ടല്ലോ യഥാർത്ഥത്തിൽ. കാരണം ഇപ്പൊ പല സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ ഇതില്. ഇപ്പൊ അമൽ സെറിബ്രൽ പാസി അല്ലെങ്കിൽ അമലിന് പിന്നെ ഫിസിയോതെറാപ്പി എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. അതേ സമയത്ത് മറ്റ് ഭിന്നശേഷി കുട്ടികളുണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ടീച്ചേഴ്സ് അറ്റല്ല. കാരണം നമ്മളൊരു 25 കൊല്ലം ബാക്കിലോട് നമ്മളെ വണ്ടി അപ്പൊ പറയുമ്പോ നമ്മളായിരിക്കും ആളുകളായിരിക്കും ഇവർ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും കുറ്റം നെഗറ്റീവ് അടിക്കാണ്. പക്ഷെ നമ്മളെ അനുഭവമാണ് പറയിപ്പിക്കണേ. 10 വർഷം അമലോട് തെറാപ്പി ചെയ്തിട്ട് 8ാം മാസം മുതൽ ഞാൻ കയറാത്ത സെന്ററുകളോ ഒന്നുമില്ല. ഞാൻ ഗൾഫിൽ നല്ല ജോബ് ഉപേക്ഷിച്ചിട്ടാണ് ഇവന്റെ ട്രീറ്റ്മെന്റിന് ഇറങ്ങിയത്. ഇവന് ഓരോ ദിവസം ബാക്കോട്ടാ പോയത്. അത് ബാംഗ്ലൂർ വെല്ലൂർ CMC പോലും റൈറ്റ് ഓഫ് ചെയ്തിട്ട് ബാംഗ്ലൂർ എത്തുമ്പോഴാണ് അവിടുന്ന് ഡോക്ടർ ദീപക്ഷരൻ പറഞ്ഞവനെ കട്ട് ചെയ്ത് സർജറി. എത്ര സർജറി ചെയ്തിട്ടുണ്ട്? 2 യൂണിറ്റ് 2 തവണ സർജറി ചെയ്ത്. പക്ഷെ 15 സ്ഥലം ഈ 2 ലോവർ ലിംബൊക്കെ കട്ട് ചെയ്താണ്. ബോണൊക്കെ കട്ട് ചെയ്ത് ബോണൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും യഥാർത്ഥത്തിൽ ഒന്നുമില്ലല്ലോ. അവൻ ആർക്ക് കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് നടക്കും. ചെറിയൊരു കുട്ടി, കൈകളിൽ നിന്നും ഒരു മസിലും വളർച്ചയില്ല, ഒരു പേന പിടിക്കാൻ കഴിയില്ല, ഭക്ഷണം എടുത്ത് കഴിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓരോ ദിവസം ചുരുങ്ങി കൈകൾ കോൺട്രാക്ചർ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിലേക്ക് ഇങ്ങനെ. ഈ സർജറി ചെയ്താൽ മാത്രമേ ഇതിലേക്ക് എത്തുള്ളൂ. അത് സർജറി ചെയ്താൽ എന്നല്ല, സർജറിയിലേക്ക് എത്തുന്നതിന് മുന്നുള്ള കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അവൻ നേരത്തെ പറഞ്ഞ അയാളെ ഇന്റർവെൻഷൻ. അവൻ കൈ ആദ്യം ഇങ്ങനെ പിടിക്കുള്ളായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന കൈ തിരിഞ്ഞു ഇങ്ങനെ തിരിഞ്ഞു. അതിന് 10 വർഷം എടുത്തു. അപ്പോ ഇങ്ങനെ പിടിച്ച ഒരു വയസ്സ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇതിന് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇത് നിവർത്തിക്കൊണ്ട് വലിയൊരു ശതമാനം നിവർത്തിക്കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഒരു പക്ഷേ സർജറി ഒഴിവാക്കാൻ പറ്റും. വലിയൊരു ശതമാനത്തിൽ സർജറി ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് എവിടെ ഉണ്ട്, ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു പിന്നെ സംഗതി ഒന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഹിപ്പ് പുറത്തേക്ക് വളർന്ന് പോയതിന് ശേഷമാണ് ഹിപ്പ് കട്ട് ചെയ്തിട്ട് സോക്കറ്റിലേക്ക് കയറ്റുന്നത്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുന്നുള്ള ട്രീറ്റ്മെന്റിൽ നമ്മൾ ഈ സെറിബ്രൽ പാൾസി എന്ന് മാത്രമല്ല അത്തരം ചൈൽഡ്ഹുഡ് ഡിസീസസിലൊക്കെ നമ്മൾ ഒരുപാട് ബാക്കിലാണ്. അപ്പൊ ആരെന്ത് പറഞ്ഞ കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ മുന്നിലാണെന്ന് അവർ തെളിയിക്കണം. ഇപ്പൊ സർക്കാർ സംവിധാനങ്ങളിലും മെഡിക്കൽ കോളേജുകൾ വളരെ അപര്യാപ്തമാണ് ഈ കാര്യത്തിൽ. അല്ലാത്ത എല്ലാ ആരോഗ്യ മേഖലയും നമ്മൾ ടോപ്പാണ്, പക്ഷെ വളരെ ബാക്കിലാണ്. പിന്നെ ഇതിന് ഒരുപാട് ട്രെയിനിങ് മൊഡ്യൂളുകൾ തന്നെ സെപ്പറേറ്റ് ഉണ്ട്. ഓരോ കണ്ടീഷനിന് 100 കേസുകൾ വേറെ ഉണ്ടാവും. സെറിബ്രൽ പാൾസിന്റെ പല വിധ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ഒരു പ്രൈവറ്റ് മേഖലയിൽ ഇതിന് വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ളൂ. കാരണം പ്രോഫിറ്റബിൾ അല്ല. പറഞ്ഞ മാതിരി ഒരു ചികിത്സ ഒരു പരിചയത്തുമ്പോഴേക്ക് രക്ഷിതാവ് തളർന്നു പോകും. അതായത് പ്രോഫിറ്റബിൾ അല്ലല്ലോ. അപ്പൊ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വർഷങ്ങളോളം എടുക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലേ. എന്നാൽ തന്നെ അല്ല ചില സെന്ററുകളിൽ പക്ഷെ ഭയങ്കര ഹെവി പേയ്മെന്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്നവരുണ്ട്. അല്ല വളരെ മാന്യമായിട്ട് അവരെടുക്കുന്ന ജോബിന് മാത്രം പൈസ വാങ്ങുന്നവരുണ്ട്. പക്ഷെ അവർ എടുക്കുന്ന ജോബിന് മാത്രം പൈസ വാങ്ങുമ്പോഴും അതൊരു വോളിയം എല്ലാ പേരന്റിനും ബേർഡനാവും. എല്ലാ ബേർഡനായിരിക്കൂല. എല്ലാ പേരന്റും അത് ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത എമൗണ്ട് ആയിരിക്കും. അപ്പൊ അമലിനെ വലിയ സംഖ്യ ചെലവാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളതും കടം വാങ്ങിയതും ഒക്കെ കൂട്ടിയിട്ട് ചെലവാക്കി കൊണ്ടുവന്ന് മസിലായി, പേശികളായി, പിന്നെ എന്താ പറയുക ആള് വലുതായി, ട്രെയിനിങ് കൊടുത്ത് പഞ്ചഗുസ്തിയിൽ ദേശീയ കളിക്കാരനായി മാറിയാണ്.